നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദീപാവലിക്ക് ശേഷം ഹംസ രാജയോഗം രൂപപ്പെടാൻ ഇടയുണ്ട്. ചില രാശിക്കാർക്ക് ഇത് ഇരട്ടിയുള്ള ഭാഗ്യം അനുഭവമാണ് നൽകുന്നത്. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ ചിലർക്ക് ഭാഗ്യത്തിന്റെ അനുഗ്രഹം ലഭിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഹംസ രാജയോഗം രൂപപ്പെടുന്നത് വ്യാഴം സ്വന്തം രാശിയിലോ ഉയർന്ന സ്ഥാനത്തോ പ്രവർത്തിക്കുമ്പോഴാണ്. ഈ യോഗം ചില രാശിക്കാർക്ക് അപൂർവമായി വലിയ മാറ്റങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ഭാഗ്യം, വിജയം, സമൃദ്ധി എന്നിവയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് മാറ്റങ്ങൾ ദീപാവലിക്ക് ശേഷം സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഈ ഹംസ രാജയോഗം മൂലം ആനന്ദം ലഭിക്കുന്ന 5 രാശിക്കാരൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യം വരുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്കാർക്ക് ഈ കാലഘട്ടം കരിയർ, ധനനേട്ടങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് മാത്രമല്ല, വിവിധ തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ അനുഭവിക്കാൻ ഉത്തമമായ ഒരു സമയം കൂടിയാണിത്. ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാലയളവും കൂടിയാണിത്. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും നല്ല അവസരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ബിസിനസ് തുടങ്ങാനുള്ള കാര്യത്തിൽ രണ്ടാമത്തെ ചിന്ത നിങ്ങൾക്ക് പ്രത്യേകം ആവശ്യവുമില്ല. പല വിധത്തിലുള്ള ഗുണഫലങ്ങൾ നിങ്ങളെ ഈ കാലയളവിൽ ആഹ്ലാദിപ്പിക്കും. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് അൻസരാജയോഗം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നൽകുന്നത്. ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർച്ച നൽകുന്നുണ്ട്. സാമ്പത്തിക രംഗത്തും ഗുണഫലങ്ങൾ ലഭിക്കും. സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്ന ഒരു സമയം കൂടിയാണിത്. അതിൽ നിങ്ങൾക്ക് ഒട്ടും സംശയം വേണ്ട. സമൂഹത്തിലെ ആദരവും അംഗീകാരവും ലഭിക്കുമ്പോഴും വിവിധ മേഖലകളിൽ നിന്നും അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉത്തമ അവസരമാണ് ഈ രാജയോഗം നിങ്ങൾക്ക് ഒരുക്കുന്നത്. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് അൻസരാജയോഗത്തിന്റെ ഫലമായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ബന്ധങ്ങളിൽ ഐക്യവും സന്തോഷവും ഒക്കെ നിലനിൽക്കും. അതുപോലെ തന്നെ കരിയറിലെ വൻ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാര സാധ്യതയും ഉയരുന്നുണ്ട്. വീട്ടിലെ അന്തരീക്ഷവും സന്തോഷവും സമാധാനവും നിറഞ്ഞതായിട്ട് മാറും. വിവിധ മേഖലകളിൽ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. കൂടാതെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ നിങ്ങളെ ആഹ്ലാദപരമാക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് ധനുരാശിയാണ്. അൻസരാജയോഗത്തിന്റെ ഫലമായിട്ട് വ്യാഴത്തിന്റെ സ്വാധീനം ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലും സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ദാമ്പത്യ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും എത്തിച്ചേരും. ജീവിതത്തിലെ പല തടസ്സങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാനായിട്ട് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ സമൃദ്ധിയും പുരോഗതിയും അനുഭവപ്പെടും. മാറ്റങ്ങളിൽ പലതും പോസിറ്റീവ് ആയിരിക്കും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും സംശയം വേണ്ട. ഇതിൽ അവസാനത്തത് മീനം രാശിയാണ്. മീനം രാശിയില് ഈ സമയത്ത് സന്തോഷകരമായ മാറ്റങ്ങളാണ് അത്ഭുതകരമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തുക. ആരോഗ്യത്തിലെ ഗുണപരമായ ഫലങ്ങൾ ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക വേണ്ടാത്ത ഒരു കാലഘട്ടം കൂടിയാണിത്. ആരോഗ്യത്തെ പരിഹസിക്കാൻ പാടില്ല. ചെയ്യുന്നതെല്ലാം കാര്യങ്ങളിലും പ്രചോദനവും വിജയവും നിങ്ങൾക്ക് കൈവരും. അതുപോലെ തന്നെ സമാധാനപരമായ പുതിയ തുടക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയം കൂടിയാണിത്. കൂടാതെ പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ ഒരു കാലയളവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.